അങ്ങനെ നമ്മളിത് രാവിലെ തന്നെ പോകാനും വേണ്ടിയിട്ട് റെഡിയായി, കുപ്പിയിൽ വെള്ളമൊക്കെ പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ബാഗൊക്കെ റെഡിയാക്കി പോകാൻ കേട്ടോ. അങ്ങനെ കുന്നും കടന്നും മലയും കടന്ന് റോഡും കടന്ന് നമ്മൾ സ്ഥലം എത്തി. ഇപ്പോൾ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് 2 ദിവസം ഞാൻ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇങ്ങനെ ഓരോന്നൊക്കെ എടുക്കാൻ കൂടുതലും വീഡിയോസിനെക്കാട്ടും കൂടുതൽ ഫോട്ടോസാണ് ഞങ്ങൾ അവിടെ ചെന്നിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഫോട്ടോസായിരിക്കും ആഡ് ചെയ്യുക. അപ്പം നമ്മളിത് മൊത്തം 4 ഫാമിലിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എൻ്റെ ചേട്ടനാണ് ഫോട്ടോ എടുത്തത്, കൊണ്ടാണ് കേട്ടോ പുള്ളിയെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരായിട്ട് നടന്നു വരിക. ഈ ഏരിയ വഴി നടന്നു വരിക എന്നുള്ളത് കുറച്ച് ടാസ്ക്കായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ചധികം തന്നെ നടക്കാനുണ്ടായിരുന്നു. നമുക്ക് ലൈഫ് ജാക്കറ്റൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇതുപോലെ കുറേ മീനുള്ള വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയത്. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മീൻ അധികം കണ്ടപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ ചാടി വന്ന് അതുപോലെ വെള്ളത്തിൽ കഴുത്തിനും തലയ്ക്കും മൊത്തം മുങ്ങിക്കിടക്കണമായിരുന്നു. ഇത് ഞാൻ വെള്ളത്തിലിറങ്ങിൻ്റെ സന്തോഷത്തിൽ കച്ചറ ശബ്ദം കേൾപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ അത് കട്ട് ചെയ്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കെട്ടിയവനൊരു മോഹം എന്നെ എടുത്ത് തലയിൽ വെച്ചിട്ട് എന്നെ മൊത്തത്തിൽ മുക്കണമെന്ന്. അപ്പോൾ അതിൻ്റെ കേട്ടോ ഈ കാണുന്നത്. 1-2 വട്ടം അതൊക്കെ കുറച്ച് നേരം നടത്തിയായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പുള്ളി എന്നെ അങ്ങനെ കറക്റ്റായിട്ട് പൊക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടന് നല്ല ഹൈറ്റുള്ളതുകൊണ്ട് കാലെത്തുന്നിടത്ത് തന്നെയായിരുന്നു നമ്മൾ നിന്നേച്ചത്. കുറച്ചുകൂടി അങ്ങോട്ട് നീങ്ങുമ്പോൾ നല്ല ആഴമുള്ള സ്ഥലമാണ്. എനിക്ക് നീന്താൻ അറിയില്ലാത്തത് കൊണ്ടിട്ട് നമ്മളൊന്നും അങ്ങോട്ട് പോയില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് സത്യം പറഞ്ഞാൽ ഒരു സ്ലോ മോഷൻ വീഡിയോ ആയിരുന്നു. പക്ഷേ വീഡിയോയിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ഇട്ട് പോകുന്നു. അപ്പോൾ അത് ആൾക്കൊരാഗ്രഹം അങ്ങനെ മെല്ലെ നടന്നു തന്നെ എടുക്കണമെന്ന്. കണ്ട കയറി വരാൻ തന്നെ അവിടെ നല്ല പാടാണ്, നല്ല വഴുക്കലൊക്കെ ഉണ്ട്. ഇത് കൂടെ വന്ന വിഷ്ണു ചേട്ടനും ഐശി ചേച്ചി മുക്കുമെന്ന് പറയണതിന് മുന്നേ ചേച്ചി പോസ് ചെയ്യും മുന്നേ ചേച്ചിയെ മുക്കിക്കളഞ്ഞു. അത് കണ്ടപ്പോൾ അടുത്ത ടീം അനന്തൻ ചേട്ടനും വൈഫും, അപ്പോൾ അവരും അങ്ങനെ മുക്കി. അങ്ങനെ പരസ്പരം മുക്കി കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ച കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നത്. ചേട്ടൻ്റെ കമ്പനിയാണ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.